ഹായ് എവ്രിവൺ. ഈ വീഡിയോയിൽ കെമിക്കൽ കൈനറ്റിക്സിലെ റേറ്റ് ലോ, റിയാക്ഷൻ ഓർഡർ എന്നുള്ള രണ്ട് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അത് എത്ര സ്പീഡിൽ നടക്കുന്നു, എന്ത് റേറ്റിലാണ് ആ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് കെമിക്കൽ കൈനറ്റിക്സ്. എനി റിയാക്ഷൻ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈം സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത്തരം റിയാക്ഷൻസിന്റെ സ്റ്റഡിയാണ് കെമിക്കൽ കൈനറ്റിക്സിൽ പറയുന്നത്. വേഗത, എത്ര സ്റ്റെപ്സിൽ നടക്കുന്നു, ഏതാണ് ഫാസ്റ്റ് സ്റ്റെപ്പ്, ഏതാണ് സ്ലോ സ്റ്റെപ്പ്, റിയാക്ഷൻ മെക്കാനിസം എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിൽ നോക്കുന്നത്. എക്സ്പെരിമെന്റലി നമ്മളൊരു റിയാക്ഷൻസിനെ പഠിച്ചപ്പോൾ, പല റിയാക്ഷൻസിനെ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, റേറ്റ് എന്ന് പറയുന്നത്, ഏതൊരു റിയാക്ഷന്റെയും റേറ്റ് എന്ന് പറയുന്നത് അതിന്റെ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ബി ഫോർ എ റിയാക്ഷൻ എ പ്ലസ് ബി ഗിവിംഗ് പി. നമ്മൾ കൺസിഡർ ചെയ്യുന്ന റിയാക്ഷൻ അതിന്റെ ജനറൽ ഫോർമുല എ പ്ലസ് ബി ഗിവിംഗ് പി എന്നാണെങ്കിൽ നമുക്ക് അതിന്റെ റേറ്റിന് എന്ത് പറയാം? റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് പറയാൻ പറ്റും. ഇത് നമ്മൾ എക്സ്പെരിമെന്റലി മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അപ്പൊ നമുക്കൊരു റേറ്റ് ഓഫ് ദ റിയാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതിനുള്ള വൺ ഓഫ് ദ മെത്തേഡ് ആണ് അതിനെ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഒരു റിയാക്ഷനെ നമ്മൾ സ്റ്റഡി ചെയ്യാണ്. അത് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോൾ അതിന്റെ വൈ ആക്സിസിൽ കോൺസെൻട്രേഷനും എക്സ് ആക്സിസിൽ ടൈമും വെച്ചിട്ടാണ് നമ്മളൊരു റിയാക്ഷനെ സ്റ്റഡി ചെയ്തത്. അപ്പോൾ റിയാക്ഷൻ തുടങ്ങുമ്പോൾ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ എത്ര, പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എത്ര, ആസ് ടൈം പ്രോഗ്രസസ് ഈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസിന് എന്ത് സംഭവിക്കുന്നു, കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ് എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ സ്റ്റഡി ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കിയപ്പോൾ ഈ ഗ്രാഫിലേക്ക് നോക്കൂ, ഈ ടൈം 0, റിയാക്ഷൻ തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ റിയാക്ഷൻ ബീക്കറിൽ എന്തുണ്ടാകും? റിയാക്ടൻസ് മാത്രമായിരിക്കും ഉണ്ടാവുക, പ്രൊഡക്ട്സ് ഉണ്ടാവില്ലല്ലോ. റിയാക്ഷൻ തുടങ്ങുന്നല്ലേ ഉള്ളൂ, അപ്പൊ റിയാക്ടൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ മാക്സിമം ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആണെങ്കിലോ പ്രൊഡക്ട്സിന്റെ കോൺസെൻട്രേഷൻ 0. ഇനി റിയാക്ടൻസ് ആസ് ടൈം പ്രോഗ്രസസ് എന്ത് സംഭവിക്കും? കോൺസെൻട്രേഷൻ കുറഞ്ഞു വരും. റിയാക്ടൻസ് കൺസ്യൂം ചെയ്ത് പ്രൊഡക്റ്റ് ആയിട്ട് മാറുമല്ലോ. അപ്പോൾ റിയാക്ടൻസ് കുറഞ്ഞ് ഒരു മിനിമം വാല്യൂലേക്ക് വരും. ഇനി പ്രൊഡക്ട്സ് ആണെങ്കിലോ ഇനീഷ്യലി അത് 0 ആയിരുന്നു, പക്ഷെ ആസ് ടൈം പ്രോഗ്രസസ് പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എമൗണ്ട് കൂടി ഒരു മാക്സിമം വാല്യൂലേക്ക് പോകും. അപ്പോൾ കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫില് റിയാക്ടൻസിന്റെ ഗ്രാഫ് താഴേക്കും പ്രൊഡക്ട്സിന്റെ ഗ്രാഫ് മുകളിലേക്കുമാണ് പോകുക. അപ്പൊ അതിന്റെ റീസൺ എന്താണെന്ന് മനസ്സിലായല്ലോ. കാരണം റിയാക്ഷൻ തുടങ്ങുന്ന സമയത്ത് മാക്സിമം എമൗണ്ട് ഓഫ് റിയാക്ടൻസ് ആണ് ഉണ്ടാവുക, അത് കുറഞ്ഞൊരു മിനിമം വാല്യൂലേക്ക് വരും. പ്രൊഡക്ട്സ് ആണെങ്കിൽ റിയാക്ഷൻ തുടങ്ങുമ്പോൾ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും, അത് കൂടി ഒരു മാക്സിമം വാല്യൂലേക്ക് പോകും. ഇത് ക്ലിയർ ആണ്. ഇനി ഈ ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് എന്നാണ് നമുക്ക് അതിന്റെ റേറ്റ് കിട്ടുന്നത്. അപ്പൊ ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? നമ്മൾ ചെറിയ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഫോർ എ ഗ്രാഫ് അതിന് വൈ ആക്സിസും എക്സ് ആക്സിസും ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ സ്ലോപ്പ് എങ്ങനെയാ പറഞ്ഞുകൊണ്ടിരുന്നത്? dy/dx. നമ്മൾ ചെറിയ ക്ലാസ്സസിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഫോർ എ ഗ്രാഫ് വിത്ത് വൈ ആക്സിസ് ആൻഡ് എക്സ് ആക്സിസ് അതിന്റെ സ്ലോപ്പ് എന്തെന്നാ വരിക? dy/dx എന്നാണ് സ്ലോപ്പ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിന്റെ വൈ എന്താ? കോൺസെൻട്രേഷൻ. എക്സ് എന്താണ്? ടൈം. അപ്പൊ നമുക്ക് ഈ dy/dxന് എന്തെന്നും കൂടി എഴുതാം? dc/dt എന്ന് എഴുതാം. സെയിം അല്ലേ? സോ ഈ ഒരു ഗ്രാഫില് dc/dt എടുത്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണോ അതാണ് അതിന്റെ സ്ലോപ്പ്. ആൻഡ് ദാറ്റ് സ്ലോപ്പ് ഗിവ്സ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ഒരു ഗ്രാഫ് പറയുകയാണെങ്കിൽ ഇത് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു ഗ്രാഫ് ആണല്ലേ. ഫ്രം എ ഹയർ വാല്യൂ അതൊരു ലോവർ വാല്യൂയിലേക്കാണ് വരുന്നത്. അപ്പൊ ഈ ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഒരു നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും വരിക. ബിക്കോസ് വലിയ നമ്പറിന് ചെറിയ നമ്പറിലേക്കാണ് ഗ്രാഫ് പോകുന്നത്. ഈ ഒരു ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് സ്ലോപ്പ് ആണ്. സോ സ്ലോപ്പ് ഓഫ് റിയാക്ടൻസ് എന്താണ്? നെഗറ്റീവ് ആണ്.
ഓക്കെ, പ്രൊഡക്ട്സ് ആണെങ്കിലോ ഇത് മുകളിലേക്ക് പോകുന്ന ഒരു ഗ്രാഫാ. ഫ്രം എ ലോവർ വാല്യൂ ഇറ്റ്സ് ഗോയിങ് ടു എ ഹയർ വാല്യൂ. അപ്പൊ ഈ ഒരു ലൈനിന്റെ സ്ലോപ്പ് എന്ത് വരും? പ്രൊഡക്റ്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടാ വരിക. പക്ഷെ ഈ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്പീഡുമായിട്ടൊന്ന് കോറിലേറ്റ് ചെയ്ത് നോക്കാം. ഇറ്റ്സ് സംവാട്ട് സിമിലർ ടു സ്പീഡ്. നമ്മൾ ഇത്ര സ്പീഡിൽ സംഭവിക്കുന്നു എന്ന് പറയുന്ന അതേപോലെയാണ് നമ്മൾ റേറ്റ് എന്നും പറയുന്നത്. അപ്പൊ നോക്കുമ്പോൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു റിയാക്ടൻ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് സ്ലോപ്പ് ആണ്, വിത്ത് റെസ്പെക്ട് ടു പ്രോഡക്റ്റ് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് സ്ലോപ്പ് ആണ്. അപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, ഒരു റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആകും. അപ്പൊ നമ്മൾ നെഗറ്റീവ് സ്പീഡ് എന്ന് പറയോ? ഇല്ലല്ലോ. അപ്പൊ എന്താണ്, ഈ റിയാക്ടന്റിന്റെ കേസിൽ നമുക്ക് ആ റേറ്റിനെ ഒന്ന് പോസിറ്റീവ് ആക്കേണ്ടതായിട്ടുണ്ട്. സോ റിയാക്ടൻസിന്റെ കേസിലാണ് നമ്മൾ റേറ്റ് പറയുന്നതെങ്കിൽ dr/dt ആർ റിയാക്ടൻസിനെയാണ് കാണിക്കുന്നത്. ഇഫ് റിയാക്ടൻസിന്റെ കേസിലാണ് നമ്മൾ റേറ്റ് പറയുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ തുടക്കത്തിൽ നമ്മളൊരു നെഗറ്റീവ് സൈന് കൂടി ഇട്ട് കൊടുക്കണം. അതാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. റേറ്റ് ഇസ് ഓൾവേസ് പോസിറ്റീവ്. ഇപ്പൊ റിയാക്ടൻസിന്റെ കേസിൽ സ്ലോപ്പ് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഒരു നെഗറ്റീവ് ഇട്ട് കൊടുക്കും. ഇനി വിത്ത് ആൻ എക്സാമ്പിൾ നമുക്ക് എങ്ങനെയാണ് ഈ റേറ്റ് എഴുതുന്നത് എന്ന് നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഒന്നുകൂടി എഴുതാം. a+2b ഗിവിംഗ് 3c+d. നമുക്ക് ഈ റിയാക്ഷന്റെ റേറ്റ് ഒന്ന് എഴുതി നോക്കിയാലോ. നമുക്ക് കോൺസെൻട്രേഷൻ dc/dt എന്ന ഫോർമാറ്റിലാണ് റേറ്റ് എഴുതേണ്ടത്. അപ്പൊ റിയാക്ടൻസിന്റെ ടേംസിലും പ്രൊഡക്റ്റിന്റെ ടേംസിലും നമുക്ക് റേറ്റ് എഴുതാനായിട്ട് പറ്റും. അപ്പൊ എയുടെ ടേംസിൽ എഴുതാണെങ്കിൽ അത് എങ്ങനെ വരും? dA/dt. വിത്ത് റെസ്പെക്ട് ടു എ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്താണ്? dA/dt. സ്ലോപ്പ് പോലെ സെയിം കോൺസെപ്റ്റ് ആണ്. ഇനി എ റിയാക്ടന്റ് അല്ലേ, അപ്പൊ നമ്മളൊരു നെഗറ്റീവ് സൈൻ ഇടണ്ടേ? അപ്പൊ -dA/dt ആണ് വിത്ത് റെസ്പെക്ട് ടു എ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. ഇനി നമുക്ക് ബിയുടെ കേസിൽ റേറ്റ് എഴുതണം. അപ്പൊ ബിയുടെ കേസിൽ എഴുതുമ്പോൾ ബി റിയാക്ടന്റ് ആയതുകൊണ്ട് തന്നെ -dB/dt എന്ന് എഴുതാം. ഇനി ബിക്ക് ഒരു കോഎഫിഷ്യന്റ് ഉണ്ട് 2. ആ 2നെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. ആ കോഎഫിഷ്യന്റിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ 1/2 എന്നുള്ള ഫോർമാറ്റിൽ എഴുതണം. സോ നമുക്ക് ഇവരൊക്കെ ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. -dA/dtയും -12 dB/dtയും എല്ലാം ഒരേ റിയാക്ഷന്റെ റേറ്റ് തന്നെയാണല്ലോ തരുന്നത്. സോ നമുക്ക് ഇവർ ഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ, ഇനി വിത്ത് റെസ്പെക്ട് ടു സി എഴുതാണെങ്കിൽ എങ്ങനെ വരും? സിക്ക് ഒരു കോഎഫിഷ്യന്റ് ഉണ്ട്, 3 എന്നൊരു കോഎഫിഷ്യന്റ് ഉണ്ട്. സി ഒരു പ്രൊഡക്റ്റ് ആണ്, സോ മൈനസ് സൈനിന്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 1/3 dc/dt. ഇനി ഡിയുടെ ടേംസിലാണെങ്കിൽ ഡിക്ക് കോഎഫിഷ്യന്റ് ഒന്നുമില്ല, അപ്പോ dD/dt. അപ്പോ ഇതാണ് റേറ്റ് ഓഫ് ദിസ് പെർട്ടിക്കുലർ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എ. ഇതാണ് വിത്ത് റെസ്പെക്ട് ടു ബി. ഇതാണ് വിത്ത് റെസ്പെക്ട് ടു സി, വിത്ത് റെസ്പെക്ട് ടു ഡി. ഇവരെല്ലാവരും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി റേറ്റ് ലോയും റേറ്റ് കോൺസ്റ്റൻസും നമ്മൾ ആദ്യമേ പറഞ്ഞു. റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്താണ്? ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എയും ബിയും ആണ് റിയാക്ടൻസ് എങ്കിൽ റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് പറയാനായിട്ട് പറ്റും. അപ്പൊ ഇതിനൊരു പവർ ഉണ്ടാകും, സം പവർ എ ആൻഡ് ബി. ഈ എയും ബിയും എന്താണെന്നൊക്കെ നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി നമ്മൾ പൊതുവെ ഒരു റിയാക്ഷൻ എഴുതുമ്പോൾ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഒക്കെ വന്നാൽ നമ്മൾ എന്താ ചെയ്യല്? ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റിനെ ഇൻസേർട്ട് ചെയ്യും അല്ലെ? കാരണം നമ്മൾ ഒരു ഇക്വേഷൻ ഇങ്ങനെ പ്രൊപ്പോർഷണൽ എന്ന് വെച്ച് പഠിക്കാറില്ല, നമ്മൾ ഈക്വൽ ടു ഇട്ടിട്ടാണ് സോൾവ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആണെങ്കിൽ എക്സ്പെരിമെന്റലി നമ്മൾ മനസ്സിലാക്കിയത് റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷനുമായിട്ട് റേറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് മനസ്സിലാക്കി. ഈ പ്രൊപ്പോർഷണാലിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് KR, റേറ്റ് കോൺസ്റ്റന്റ് KR. അപ്പൊ നമുക്ക് എന്തായാം? R is equal to K into A into B എന്ന് പറയാം. ഇപ്പൊ പ്രൊപ്പോർഷണാലിറ്റി സൈൻ പോയി, ഈക്വൽ ടു സൈൻ വന്നു. KR വേണമെങ്കിൽ സബ്സ്ക്രിപ്റ്റ് R കൊടുക്കാം, കൊടുക്കാതിരിക്കാം, അത് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ നമ്മൾ റേറ്റിൽ എന്ത് വന്നു? R equal to K into concentration of A into concentration of B എന്ന് വന്നു. ഇനി ഈ റേറ്റ് കോൺസ്റ്റന്റ് KR ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ കോൺസെൻട്രേഷൻസ്. ഈ എയുടെയും ബിയുടെയും കോൺസെൻട്രേഷന് ഈ K ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എ എന്തായാലും K വിൽ ബി എ കോൺസ്റ്റന്റ്. പക്ഷെ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ
ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കെയുടെ values change ചെയ്യും. So rate constant is independent on the concentration of reactants, but it depends on temperature. ഇങ്ങനെ നമ്മൾ എക്സ്പെരിമെന്റലി ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള അതാണ് ഈ റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത്. അങ്ങനെ എക്സ്പെരിമെന്റലി ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള റിലേഷൻസിനെയാണ് നമ്മൾ റേറ്റ് ലോസ് എന്ന് പറയുന്നത്. നമ്മളുടെ ഫസ്റ്റ് ടോപ്പിക് റേറ്റ് ലോ ആയിരുന്നു. ഇപ്പൊ റേറ്റ് ലോ എന്താണെന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റേറ്റ് റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നും ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മളൊരു റേറ്റ് കോൺസ്റ്റന്റിനെ ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ഇക്വേഷനെയാണ് നമ്മൾ റേറ്റ് ലോ എന്ന് പറയുന്നത്. ഇനി നമ്മൾ സ്റ്റഡി ചെയ്യുന്ന റിയാക്ഷൻസിൽ ഗ്യാഷ്യസ് ഫേസ് റിയാക്ഷൻ ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ കോൺസെൻട്രേഷൻ ആയിരിക്കില്ല, പ്രഷറിന്റെ ടേംസിലായിരിക്കും പറയാം. അതേപോലെ തന്നെ A+B ഗിവിംഗ് P എന്നുള്ളൊരു റിയാക്ഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇഫ് ഇറ്റ്സ് ഗ്യാസ് ഫേസ് നമുക്ക് എന്തെന്ന് പറയാം? റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു പ്രഷർ ഓഫ് A ഇൻറ്റു പ്രഷർ ഓഫ് ബി എന്ന് പറയാം. ഫോർ ഗ്യാസ് ഫേസ് റിയാക്ഷൻ നമ്മൾ റേറ്റ് ലോനെ പ്രഷറുടെ ടേംസിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി റിയാക്ഷൻ ഓർഡർ. നേരത്തെ നമ്മൾ റേറ്റ് ലോ എഴുതിയപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമ്മൾ എന്താ എഴുതിയത്? റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A ടു ദ പവർ ഒരു സ്മോൾ a, കോൺസെൻട്രേഷൻ ഓഫ് B ടു ദ പവർ ഒരു സ്മോൾ b എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ സ്മോൾ a, എന്താണ് ഈ സ്മോൾ b? ഇതാണ് ഓർഡർ. ഈ ഓർഡർ എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ എയുടെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ അത് റേറ്റിനെ എത്രത്തോളം എഫക്ട് ചെയ്യുന്നു അതിന്റെ ഒരു മെഷറാണ് റിയാക്ഷൻ ഓർഡർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ എനെ 2 എടുത്തു, 2 moles whatever, ബിനെ 4 എടുത്തു. ഓക്കെ, ഇപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് എക്സ് ആണ്. ഓക്കെ, നമ്മൾ എന് 2 എടുത്തു, ബിന് 4 എടുത്തു, അങ്ങനെ കോൺസെൻട്രേഷൻ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ റേറ്റ് എന്ന് പറയുന്നത് എക്സ് ആണ്. ഇനി വാല്യൂ എക്സ്. ഇനി ഞാൻ ഈ കോൺസെൻട്രേഷൻ ഓഫ് എനെ ഇൻറ്റു 2 ചെയ്തു, ഡബിൾ ചെയ്തു. കോൺസെൻട്രേഷൻ ഓഫ് എനെ ഡബിൾ ചെയ്തു. ഓക്കെ, എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തപ്പോ റേറ്റിന് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. സപ്പോസ് റേറ്റും ഡബിൾ ആയി, എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തപ്പോ റേറ്റും ഡബിൾ ആയെങ്കിൽ നമുക്ക് എന്ത് പറയാം? എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തപ്പോ ടു ദ പവർ 1 അല്ലേ, 2ന്റെ പവർ 1 അല്ലേ, ഇവിടെ ഇൻറ്റു 2 ആ ചെയ്തത്, ഇവിടെ ഇൻറ്റു 2 ആ ചെയ്തത്. സോ വിത്ത് റെസ്പെക്ട് ടു എ അതിന്റെ ഓർഡർ 1 ആയിരിക്കും. ഇപ്പൊ നമുക്ക് ഈ സ്മോൾ എയുടെ വാല്യൂ 1 ആണെന്ന് കിട്ടി. ഇവിടെ ഇൻറ്റു 2, ഇവിടെ ഇൻറ്റു 2. ഇനി ബിയുടെ കോൺസെൻട്രേഷനെ ഞാൻ ഡബിൾ ചെയ്തു എന്ന് വിചാരിക്കാം. ബിയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തപ്പോ എന്താ സംഭവിച്ചത്? റേറ്റ് ഓഫ് ദി റിയാക്ഷൻ 4 ടൈംസ് ആയി എന്ന് വിചാരിക്കാം. ബിയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തിട്ട് നമ്മൾ എക്സ്പെരിമെന്റലി ചെക്ക് ചെയ്തപ്പോ റേറ്റ് 4 ടൈംസ് വലുതായി. ഈ 4 എന്ത് തന്നെയാണ്? 2 പവർ 2 അല്ലേ? ഇപ്പൊ ഇവിടെ ഇൻറ്റു 2 ചെയ്തു, ഇവിടെ അപ്പൊ 2 പവർ 2 എന്നുള്ള ടൈംസിൽ റേറ്റ് കൂടി. അപ്പോ ബിയുടെ പവർ എന്താണ്? 2 ആണ്. ഇതാണ് റിയാക്ഷൻ ഓർഡർ. നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസിനെ ചേഞ്ച് ചെയ്യുമ്പോൾ അത് റേറ്റിനെ എത്രത്തോളം ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു മെഷറാണ് റിയാക്ഷൻ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ എക്സ്പെരിമെന്റലി കണ്ടുപിടിക്കുന്നതാണ്, അല്ലാതെ തിയറിറ്റിക്കലി നമുക്ക് ഈ ഒരു റിയാക്ഷൻ കാണുമ്പോൾ ഇതിന്റെ ഓർഡർ എത്രയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചപ്പോൾ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തത് എയുടെ പവർ 1 ആയിട്ടും ബിയുടെ പവർ 2 ആയിട്ടാണ് കൊടുത്തത്. സോ വിത്ത് റെസ്പെക്ട് ടു എ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ആണ്. വിത്ത് റെസ്പെക്ട് ടു ബി ഈ റിയാക്ഷൻ സെക്കൻഡ് ഓർഡർ ആണ്. ഓവറോൾ ഓർഡർ എങ്ങനെ പറയും? ഓവറോൾ ഓർഡർ എന്ന് പറയുന്നത് എയുടെ പവർ പ്ലസ് ബിയുടെ പവർ. ഇത് ഓവറോൾ തേർഡ് ഓർഡർ റിയാക്ഷൻ ആണ്. ഇനി കുറെ റിയാക്ടൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ഒക്കെ പവറിന്റെ സം ആയിരിക്കും എന്ത്? ഓവറോൾ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി എപ്പോഴും ഒരു റിയാക്ഷന്റെ ഓർഡർ 1, 2, 3 എന്നുള്ള ഹോൾ നമ്പേഴ്സ് തന്നെ വേണമെന്നില്ല. ചിലപ്പോൾ അതൊരു ഫ്രാക്ഷണൽ ഓർഡർ ആകാം, അല്ലെങ്കിൽ ഡിഫറെന്റ് കേസസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു റിയാക്ഷന്റെ ഓർഡർ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പൊ ഇവിടുത്തെ റിയാക്ഷൻ എന്താ? ഹൈഡ്രജൻ ഇൻ ഗ്യാസ് ഫേസ് പ്ലസ് Br2 ഇൻ ഗ്യാസ് ഫേസ് ഗിവ്സ് 2HBr ഇൻ ഗ്യാസ് ഫേസ്. അപ്പൊ ഈ ഒരു റിയാക്ഷന്റെ റേറ്റ് ലോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ മേലെ കൊടുത്തിട്ടുള്ള റിയാക്ഷന്റെ റേറ്റ് ലോ ആണ് ഇത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റേറ്റ് ലോ, നമുക്ക് ആ റിയാക്ഷന്റെ ഇക്വേഷൻ നോക്കി കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, എപ്പോൾ മാത്രമാണ് നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒരു സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആണെങ്കിൽ മേ ബി നമുക്ക് ഇത് വെച്ചിട്ട് ഇപ്പം റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Br2 എന്ന് പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ അല്ലാത്ത പക്ഷം മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷനോ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് റിയാക്ഷനോ ആകുമ്പോൾ നമുക്ക് റേറ്റ് നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. സോ റേറ്റ് ഈസ് ഓൾവേസ് എൻ എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഒരു റിയാക്ഷൻ തരുമ്പോൾ നമുക്ക് എന്താണ് എക്സാമിന് അതിന്റെ റേറ്റിലോ കൂടെ തരും, അല്ലാതെ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പൊ ഈ ഒരു റിയാക്ഷന് നമുക്ക് എക്സ്പെരിമെന്റലി കിട്ടിയ റേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഓർഡർ കണ്ടുപിടിക്കണേ. അപ്പൊ ഹൈഡ്രജന്റെ ടേംസിൽ ഇതിന്റെ ഓർഡർ എന്താണ്? 1 ആണ്, കാരണം അതിന്റെ പവർ 1 ആണ്. Br2ന്റെ പവർ നോക്കുമ്പോൾ ഇവിടെ ഹാഫ് ആണ്. സോ ഒരു ഹാഫ് ഓർഡർ ആണ് വിത്ത് റെസ്പെക്ട് ടു Br2. ഇനി HBr നോക്കുമ്പോൾ 1 ആണ്, Br2 നോക്കുമ്പോൾ വീണ്ടും 1 ആണ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ Br2ന്റെ പവർ ഒരു സ്ഥലത്ത് ഹാഫും ഒരു സ്ഥലത്ത് 1ഉം ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? Br2ന് ചില സമയത്ത് ഹാഫ് ഓർഡറും ചില സമയത്ത് ഫസ്റ്റ് ഓർഡറും എന്ന് പറയാൻ പറ്റൂ? ശരിക്കും ഒരേ Br2 ആണ്. സോ ഇറ്റ് ഹാസ് ടു ഫോളോ ഒരു പെർട്ടിക്കുലർ ഓർഡർ. അപ്പൊ ഇത് തെറ്റിപ്പോയതല്ല, പക്ഷെ എന്താണ്, ഈ ഒരു റിയാക്ഷന്റെ ഓർഡർ എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആണ്. ഇൻഡെഫിനിറ്റ്. ഈ ഒരു റിയാക്ഷന്റെ ഓർഡർ ഇൻഡെഫിനിറ്റ് ഓർഡർ എന്ന് പറയാൻ പറ്റും. സോ റിയാക്ഷന്റെ ഓർഡർ ക്യാൻ ബി ഇൻഡെഫിനിറ്റ്. അതൊരു തെറ്റല്ല, അതങ്ങനെ സംഭവിക്കാം. ഇനി സീറോത്ത് ഓർഡർ ചില റിയാക്ഷൻസ്, ഫോർ എക്സാമ്പിൾ ഫോസ്ഫീൻ ഓൺ ഹോട്ട് ടങ്സ്റ്റൺ അറ്റ് ഹൈ പ്രഷേഴ്സ്. ഫോസ്ഫീനെ ഹോട്ട് ടങ്സ്റ്റണിൽ ഹൈ പ്രഷറിൽ ഡീകമ്പോസിഷൻ ചെയ്താൽ അതെന്ന് പറയുന്ന റേറ്റ് V is equal to KR എന്നാണ്. റേറ്റിനെ V എന്നോ R എന്നോ റെപ്രസെന്റ് ചെയ്യാം. അത് ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് V or R. R is equal to KR എന്ന് കിട്ടും. അതിന്റെ അർത്ഥം എന്താ? ഫോസ്ഫീന്റെ കോൺസെൻട്രേഷനിൽ ഇത് സീറോത്ത് ഓർഡർ ആണ്. ഫോസ്ഫീന്റെ കോൺസെൻട്രേഷന് ഈ റേറ്റ് ഡിപ്പെൻഡേ ചെയ്യുന്നില്ല. അതും ഒരു മിസ്റ്റേക്ക് അല്ല, കാരണം ഒരു റിയാക്ഷന്റെ റേറ്റിന് അതിന്റെ റിയാക്ടൻ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇൻ റിയാലിറ്റി അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതും ഒരു പ്രോബ്ലം ഇല്ല. അപ്പൊ അങ്ങനത്തെ റിയാക്ഷൻസിനെയാണ് നമ്മൾ സീറോ ഓർഡർ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അതിന് എന്ത് മനസ്സിലായി? റിയാക്ഷന്റെ ഓർഡർ എന്ന് പറയുന്നത് ഒരു ഇന്റീജർ ആകാം, ഒരു ഫ്രാക്ഷൻ ആകാം, സീറോ ആകാം, ഈവൻ ഇൻഡെഫിനിറ്റ് വരെ ആകാം. അപ്പൊ അതാണ് റിയാക്ഷന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇനി റേറ്റ് കോൺസ്റ്റന്റ് നമ്മൾ പഠിച്ച K, നമ്മൾ പ്രൊപ്പോർഷനാലിറ്റി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റേറ്റ് കോൺസ്റ്റന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലേ. അപ്പൊ നമുക്ക് ഓൾറെഡി മനസ്സിലായി സീറോ ഓർഡർ ഉണ്ട്, ഫസ്റ്റ് ഓർഡർ ഉണ്ട്, സെക്കൻഡ് ഓർഡർ ഉണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും കേസിൽ Kയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കില്ല, ഡിഫറെന്റ് ആയിരിക്കും. സോ വിത്ത് റെസ്പെക്ട് ടു ഓർഡർ നമ്മൾ എങ്ങനെയാണ് Kയുടെ യൂണിറ്റ്സ് പറയുന്നതെന്ന് നോക്കാം. അപ്പൊ ഇതെങ്ങനെ ഇമ്പോർട്ടന്റ് ആവുന്നത്? ഒരു ക്വസ്റ്റ്യനിൽ ചിലപ്പം അവര് എത്ര ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറയില്ലായിരിക്കും, ബട്ട് നമുക്ക് Kയുടെ യൂണിറ്റ് വെച്ചിട്ട് അതേത് ഓർഡർ റിയാക്ഷൻ ആണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പോർഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതിനൊരു ഷോർട്ട് ട്രിക്ക് ഉണ്ട്. മോൾ റേസ് ടു 1 മൈനസ് n ലിറ്റർ റേസ് ടു n മൈനസ് 1 സെക്കൻഡ് ഇൻവേഴ്സ്. ഇതാണ് ഏതൊരു ഓർഡർ റിയാക്ഷന്റെയും റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇപ്പൊ സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ഇതെങ്ങനെ മാറും? n എന്ന് വെച്ച ഓർഡർ ആണ്, n ഓർഡർ ആണ്. അപ്പൊ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ നമുക്ക് എന്ത് ചെയ്യണം? എന്നിനൊക്കെ സീറോ എന്ന് ഇട്ട് കൊടുക്കണം. അപ്പൊ മോൾ റേസ് ടു 1 ലിറ്റർ റേസ് ടു മൈനസ് 1 സെക്കൻഡ് ഇൻവേഴ്സ്. ഇതായിരിക്കും സീറോ ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റ് ഓഫ് K. ഇനി ഫസ്റ്റ് ഓർഡർ ആണെങ്കിലോ ഈ എന്നിന്റെ സ്ഥാനത്തൊക്കെ 1 വരും. അപ്പൊ എന്ത് വരും? ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ
മോൾ റേസ് ടു 0, ലിറ്റർ റേസ് ടു 0 സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പൊ ഓൾ ടുഗെദർ എന്താണ്? സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് മാത്രമായിരിക്കും യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പൊ ഇത്രയാണ് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി റേറ്റ് ലോയുടെ ഡിറ്റർമിനേഷൻ നമ്മൾ പറഞ്ഞു. ഈ റേറ്റ് ലോ ഒക്കെ നമ്മൾ എക്സ്പെരിമെന്റലി കണ്ടുപിടിക്കുന്നതാന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഇതിനെ എക്സ്പെരിമെന്റലി കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഒരു ജനറൽ ഇക്വേഷൻ എഴുതാണ്. നമ്മൾ ഇത്ര നേരം ഫോളോ ചെയ്തതുപോലെ a + b ഗിവിംഗ് p എന്നുള്ള ഒരു ജനറൽ ഇക്വേഷൻ ഞാൻ കൺസിഡർ ചെയ്തു. ഇനി എനിക്കറിയണം വിത്ത് റെസ്പെക്ട് ടു a ഈ റിയാക്ഷന്റെ ഓർഡർ എന്താണ്, വിത്ത് റെസ്പെക്ട് ടു b ഈ റിയാക്ഷന്റെ ഓർഡർ എന്താണെന്ന് എനിക്കറിയണം. അപ്പൊ ആദ്യം തന്നെ ഞാൻ R = K × concentration of A × concentration of B എന്ന് എഴുതി. ഇനി ഇതിന്റെ പവർ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പോ എനിക്കിനി എയുടെ ഓർഡർ അറിയണം. ഓക്കെ, അപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഐസൊലേഷൻ മെത്തേഡ് ആണ്. ഐസൊലേഷൻ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ എയുടെ ഓർഡർ നമുക്ക് അറിയണമെങ്കിൽ ബീനെ നമ്മൾ എക്സസ് എടുക്കും. ബീനെ ഒരു ലാർജർ ക്വാണ്ടിറ്റിയിൽ എടുക്കും സച്ച് ദാറ്റ് ബിയുടെ കോൺസെൻട്രേഷനിൽ വരുന്ന ചെറിയ ചേഞ്ചസ് ഒന്നും ഇനി റേറ്റിനെ എഫക്ട് ചെയ്യില്ല എന്നുള്ള രീതിയിൽ ബിയുടെ കോൺസെൻട്രേഷൻ നമ്മൾ അധികമാക്കി എടുക്കും, ഇൻ എക്സസ് എടുക്കും. അപ്പൊ ബി ഇപ്പൊ അധികമാണ്. ഇനി എയുടെ കോൺസെൻട്രേഷൻ മാത്രമായിരിക്കും റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഇനി എയുടെ കോൺസെൻട്രേഷനെ ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് പറ്റും, റേറ്റിന് എന്ത് സംഭവിക്കുന്നു എന്ന് സ്റ്റഡി ചെയ്യാം. അപ്പം ഞാനിപ്പം അങ്ങനെ ചെയ്തപ്പോൾ ഫോർ എക്സാമ്പിൾ എയുടെ ടേംസിൽ എനിക്ക് ഓർഡർ 1 കിട്ടി എന്ന് വിചാരിക്കാം. 1 കിട്ടി. അപ്പൊ എയുടെ ടേംസിലുള്ള ഓർഡർ ഞാൻ കണ്ടുപിടിച്ചു. ഇനി അതിനുശേഷം എനെ എക്സസ് എടുക്കുക, എന്നിട്ട് ബീനെ സ്മോൾ എമൗണ്ട് ആണല്ലോ, ബീനെ ചെറുതായിട്ട് ചേഞ്ച് ചെയ്യാം. അപ്പൊ ബിയുടെ ടേംസിലുള്ള ഓർഡർ 2 എന്ന് കിട്ടി. സപ്പോസ് നേരത്തെ കണ്ടുപിടിച്ച അതേ എക്സാമ്പിൾ ആണ് ഞാൻ എടുത്തത്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു എ ഇത് ഫസ്റ്റ് ഓർഡർ ആണ്, വിത്ത് റെസ്പെക്ട് ടു ബി ഇത് സെക്കൻഡ് ഓർഡർ ആണ്, ഓവറോൾ തേർഡ് ഓർഡർ ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോ എന്തിനാണ് ഐസൊലേഷൻ മെത്തേഡ്? റേറ്റ് ലോ കണ്ടുപിടിക്കാനാണ്. ഈ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യും, ഏത് റിയാക്റ്റന്റിന്റെ ഓർഡർ ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിന്റെ അടുത്ത റിയാക്റ്റന്റിനെ നമ്മൾ എക്സസിൽ എടുക്കും സച്ച് ദാറ്റ് അതിന്റെ കോൺസെൻട്രേഷനിലുള്ള ചേഞ്ച് റേറ്റിനെ എഫക്ട് ചെയ്യാത്ത വിധം എക്സസിൽ എടുക്കും. എന്നിട്ട് നമുക്ക് വേണ്ടുന്ന റിയാക്റ്റന്റിനെ ഡബിൾ ചെയ്ത് നോക്കും. എന്നിട്ട് അത് റേറ്റിന് കൊടുക്കുന്ന ഇൻഫ്ലുവൻസ് എന്താണെന്നുള്ളത് സ്റ്റഡി ചെയ്യും. ഇങ്ങനെയാണ് ഐസൊലേഷൻ മെത്തേഡ് വഴി നമ്മൾ റേറ്റ് ലോ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അങ്ങനെ നമ്മൾ റേറ്റ് ലോ എഴുതുമ്പോൾ സപ്പോസ് നമ്മൾ ബിയുടെ പവർ 0 ആണ് എടുത്തത് എന്ന് വിചാരിക്കുക, എയുടെ പവർ 1ഉം ബിയുടെ പവർ 0 ആണ് എടുത്തത് എന്നുണ്ടെങ്കിൽ നമുക്ക് ബി = K × A എന്ന് എഴുതാം. പക്ഷെ ആ സമയത്ത് നമ്മൾ K എന്ന് തന്നെ എഴുതാതെ ഇഫക്റ്റീവ് റേറ്റ് കോൺസ്റ്റന്റ് എന്ന് എഴുതും. കാരണം അതൊരു നോർമൽ റേറ്റ് കോൺസ്റ്റന്റ് അല്ലല്ലോ, നമ്മൾ 2 കേസിലുള്ള റേറ്റ് കോൺസ്റ്റന്റ്സിനെ കമ്പൈൻ ചെയ്ത് എഴുതുന്നതാണ്. അപ്പൊ അതിനെ K ഇഫക്റ്റീവ് എന്നാണ് അവിടെ പറയുന്നത്. ഇനി ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ ഓഫ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, അതിന് എക്സാമ്പിൾ ആണ് എസ്റ്റർ ഹൈഡ്രോളിസിസ്. എസ്റ്റർ ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത് എസ്റ്റർ ഉണ്ടാകും പ്ലസ് വാട്ടർ ഉണ്ടാകും, പിന്നെ നമുക്ക് എന്തുണ്ടാവും, ആസിഡ് ഉണ്ട് പ്ലസ് ആൽക്കഹോൾ ഉണ്ട്. എസ്റ്ററിലേക്ക് ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ ആസിഡും ആൽക്കഹോളും ആയിരിക്കും അതിന്റെ പ്രൊഡക്റ്റ്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ റിയാക്ഷന്റെ റേറ്റ് ലോ കണ്ടുപിടിക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ എന്തുണ്ടായി, നമ്മളിവിടെ വാട്ടറിനെ എക്സസ് എടുത്തു. വാട്ടറിനെ നമ്മൾ എക്സസ് എടുത്തിട്ട് എസ്റ്ററിന്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ റേറ്റിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് സ്റ്റഡി ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ എക്സ്പെരിമെന്റ് ചെയ്തപ്പോ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ എസ്റ്ററിന്റെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തപ്പോ റേറ്റും ഡബിൾ ആയി. ഓക്കെ, എസ്റ്ററിന്റെ കോൺസെൻട്രേഷൻ × 2 ചെയ്തപ്പോ റേറ്റും × 2 ആയി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, വിത്ത് റെസ്പെക്ട് ടു എസ്റ്റർ ഈ റിയാക്ഷൻ ഫസ്റ്റ് ഓർഡർ ആണെന്ന് മനസ്സിലായി. ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് വിത്ത് റെസ്പെക്ട് ടു എസ്റ്റർ എന്നുള്ളത് കണ്ടുപിടിച്ചു. കാരണം എസ്റ്ററിനെ ഡബിൾ ചെയ്തപ്പോ റേറ്റും ഡബിൾ ആയല്ലോ. അപ്പൊ നമ്മൾ അതുവഴി ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് കണ്ടുപിടിച്ചു.
ആൻഡ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല, വാട്ടർ ഒരു സോൾവെന്റ് അല്ലേ. അപ്പൊ നോക്കുമ്പോ ഇത് ശരിക്കും ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അല്ല. നമ്മൾ വാട്ടറിന് എക്സസ് എടുത്തിട്ട് വിത്ത് റെസ്പെക്ട് ടു എസ്റ്റർ മാത്രമാണ് നമ്മൾ ഇതിനെ ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഒരു റിയാക്ടന്റിനെ വൺ ഓഫ് ദ റിയാക്ടന്റിനെ എക്സസ് എടുത്തിട്ട് ഒരു റിയാക്ടന്റ് കേസിൽ മാത്രമല്ലേ നമ്മളിപ്പം ഓർഡർ പറയുന്നത്. അതുകൊണ്ട് ഇതിനെ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്നാണ് പറയാം. സോ എക്സാമ്പിൾ ഓഫ് ഒരു സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ചോദിച്ചാൽ നമുക്ക് എസ്റ്റർ ഹൈഡ്രോളിസിസ് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി റിയാക്ഷന്റെ ഓർഡർ ലോഗരിതമിക് ഫോം എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രൊസീജിയർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോ ഫോർ എനി റിയാക്ഷൻ, ഇപ്പൊ എ ഗിവിംഗ് പി എന്നുള്ളൊരു റിയാക്ഷൻ ആണെങ്കിൽ നമ്മൾ അതിന്റെ റേറ്റ് ലോ എങ്ങനെ എഴുതും? റേറ്റ് ലോ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ടു ദ പവർ സ്മോൾ എന്ന് കൊടുത്തു. എ ആണ് അതിന്റെ ഓർഡർ. ഈ എ നമുക്ക് കണ്ടുപിടിക്കണം ഫ്രം ലോഗരിതമിക് ഫോം. അപ്പൊ നമുക്കൊരു റേറ്റ് ലോ തന്നു, അതിന്റെ ഫോം എന്ന് പറയുന്നത് R ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ടു ദ പവർ സ്മോൾ എ. നമുക്ക് ഈ ഒരു റിയാക്ഷൻ തന്നാൽ അതിന്ന് എങ്ങനെ ഓർഡർ കണ്ടുപിടിക്കുന്നതാണ് അറിയേണ്ടത്. അപ്പോൾ ആസ് ഹെഡിങ് സേസ് നമ്മൾ അതിന്റെ ലോഗരിതമിക് ഫോം എന്നാണ് ആ ഓർഡർ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ലോഗ് എടുക്കാം. അപ്പൊ എന്ത് വരും? ലോഗ് R ലോഗ് റേറ്റ്. ഓക്കെ, ഇനി ഇവിടെ കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ടു ദ പവർ എ ആണ്. സോ പ്രൊഡക്റ്റില് ലോഗ് ഇടുമ്പോൾ അവിടെ പ്ലസ് ആയിട്ട് മാറും. അപ്പൊ എന്ത് വരും? ലോഗ് കെ പ്ലസ് ലോഗ് എ. മൾട്ടിപ്ലിക്കേഷനിൽ ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ അത് അഡീഷൻ ആയിട്ട് മാറും. ഇനി എക്ക് ഒരു പവർ സ്മോൾ എ ഇല്ലേ, അതിന് എന്ത് ചെയ്യും? അത് ഫ്രണ്ടിലേക്ക് വരും. ഇത് മാത്സിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഫാക്ടർ ആണ്, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ലോഗ് R ഇസ് ഈക്വൽ ടു ലോഗ് കെ പ്ലസ് സ്മോൾ എ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് കിട്ടും. നമ്മൾ ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെയായിട്ടാണ് മാറുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഇക്വേഷനെ നമുക്ക് സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്തൂടെ? ഇത് y ആണെങ്കിൽ y ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്തു. y എന്താണ്? ലോഗ് ആർ. y ആക്സിസിൽ ലോഗ് ആർ ആണ്, x ആക്സിസിൽ ലോഗ് എ ആണ്. അപ്പൊ എം എന്താ? സ്ലോപ്പ്. എം നമുക്ക് എന്ത് കിട്ടി? എ കിട്ടി. ആൻഡ് y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് ലോഗ് കെ ആണ്. അപ്പോൾ നമുക്കൊരു റേറ്റ് ലോ തന്ന് നമ്മൾ അതിന്റെ ലോഗ് എടുത്തിട്ട് അതിനൊരു ഗ്രാഫ് ആയിട്ട് പ്ലോട്ട് ചെയ്താൽ ആ ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് അതിന്റെ ഓർഡർ മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ള ഇൻഫർമേഷൻ ആണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ലോഗ് എടുക്കുന്നു, y ആക്സിസിൽ ലോഗ് R വെക്കുന്നു, x ആക്സിസിൽ ലോഗ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എ വെക്കുന്നു, ഇന്റർസെപ്റ്റ് അപ്പൊ ലോഗ് കെ വരും. സ്ലോപ്പ് നമുക്ക് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ കണ്ടുപിടിക്കാനായിട്ടും പറ്റും. ഇനി ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ. നമ്മൾ ഇതുവരെ പറഞ്ഞത് R ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഫോർ എനി ഓർഡർ എ എന്നുള്ള ഫോർമാറ്റിലാണ് നമ്മൾ റേറ്റ് ലോ പറഞ്ഞത്. ഈ റേറ്റ് എന്താണ്? ഈ റേറ്റ് എന്താ? R. വാട്ട് ഇസ് ദിസ് R? നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞു നമ്മൾ റേറ്റിനെ എങ്ങനെ എഴുതുന്നത്? dA/dt. ഇഫ് A is the reactant മൈനസ് dA/dt ആണ് ഈ റേറ്റ് എന്ന് പറയുന്ന ആളല്ലേ. അപ്പൊ ഇതിവിടെ ഡിഫറൻഷ്യൽ ഫോർമുല കിടക്കുന്നത്. നമുക്കിതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇതിങ്ങനെ ഡിഫറൻഷ്യൽ ഫോമിൽ കിടക്കുമ്പോൾ നമുക്കൊരു അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഇതിനൊരു നോർമൽ ഇക്വേഷൻ ഫോമിലാക്കുമ്പോൾ കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ട് ഈ ഒരു ഇക്വേഷനെ നമുക്ക് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അതാണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോസിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ എന്താണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോസിന്റെ യൂസസ് എന്ന് വെച്ചാൽ കാൽക്കുലേറ്റിംഗ് കോൺസെൻട്രേഷൻ അറ്റ് എനി ഗിവൺ ടൈം. ഏതൊരു ഗിവൺ ടൈമിൽ, ഇപ്പം ടൈം ഈസ് ഈക്വൽ ടു 5 കോൺസെൻട്രേഷൻ എന്താന്ന് ചോദിച്ചാൽ നമുക്കത് ക്വിക്ക് ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇഫ് വി നോ ദി അതർ പാരാമീറ്റേഴ്സ്. ഇനി ഡിറ്റർമൈനിങ് ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാനും ഈ ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും.
ഇനി എക്സ്പെരിമെന്റലി ഫൈൻഡിങ് ദ റിയാക്ഷൻ ഓർഡർ. ഈ ഒരു പെർട്ടിക്കുലർ ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോസ് വെച്ചിട്ട് നമുക്ക് റിയാക്ഷന്റെ ഓർഡറും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ എന്തിനാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? ഈ ഒരു ഫോർമാറ്റിൽ നിന്ന് ഇക്വേഷനെ കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ഫോർമാറ്റിലേക്ക് മാറ്റാൻ, അല്ലെങ്കിൽ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്തത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? ഫോർ ദ റിയാക്ഷൻ 2a giving b plus 3c if minus dA by dt is equal to k1a square, dB by dt is equal to k2a square, dC by dt is equal to k3a square, the correct relation between k1, k2 and k3 is. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. ഓപ്ഷൻസ് ഇപ്പൊ മൈൻഡ് ചെയ്യണ്ട, അതിൽ കുറച്ച് ചെറിയൊരു എറർ ഉണ്ട്, നമ്മൾ അതിപ്പോ നോക്കുന്നില്ല. നമുക്ക് തന്നെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഇതിപ്പോ റേറ്റ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു റിയാക്ഷന്റെ റേറ്റ് എഴുതി നോക്കാം. ഫോക്കസ്ഡ് ആയിട്ട് ചെയ്ത് നോക്കാം. അപ്പൊ 2a, ഇവിടുത്തെ റിയാക്ടന്റ് 2a ആണ്. അപ്പൊ നമ്മൾ റിയാക്ടന്റ് ആയതുകൊണ്ട് ആദ്യം തന്നെ മൈനസ് ഇട്ടു. 2 എന്നൊരു കോഎഫിഷ്യന്റ് ഉള്ളത് കൊണ്ട് -½ ഇട്ടു. ഇനി എയുടെ ടേംസിൽ എഴുതുകൊണ്ട് dA by dt എന്ന് എഴുതി. ഇതുവരെ ക്ലിയർ അല്ലേ? എന്നിട്ട് ഞാൻ ഈക്വൽ ടു എന്ന് കൊടുത്തു, കാരണം നമ്മൾ അതിന് ശേഷം ഇനി ബിയുടെ ടേംസിലും സിയുടെ ടേംസിലും കൂടി എഴുതുന്നുണ്ട്. അപ്പൊ ബിയുടെ ടേംസിൽ എഴുതുമ്പോൾ എന്ത് വരും? ബി പ്രൊഡക്റ്റ് ആണ്, സോ മൈനസ് സൈനിന്റെ ആവശ്യമില്ല. ബിക്ക് കോഎഫിഷ്യന്റും ഇല്ല, സോ dB by dt. ഇനി സിയുടെ ടേംസിൽ എഴുതാണെങ്കിൽ സിയും പ്രൊഡക്റ്റ് ആണ്, മൈനസ് സൈനിന്റെ ആവശ്യമില്ല. സിക്ക് ഒരു കോഎഫിഷ്യന്റ് ഉണ്ട് 3, അപ്പൊ എന്ത് വരും? 1/3 dC by dt. ഇതുവരെ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. ഓക്കെ, -dA by dt എന്നാ പറഞ്ഞിട്ടുള്ളത്? k1a square ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ മൈനസ് ഉണ്ട്, dA by dt ഉണ്ട്. അപ്പൊ ഈ -dA by dt നമ്മൾ k1a square എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അപ്പൊ എന്ത് വരും? ½ k1a square. ഓക്കെ, ഇനി dB by dt is equal to k2a square എന്ന് തന്നിട്ടുണ്ട്. സോ നമ്മൾ ഇതിന് പകരം k2a square എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഇനി dC by dt is equal to k3a square. അപ്പൊ നമ്മൾ 1/3 അതേപോലെ വെച്ചിട്ട് k3a square എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? എല്ലാ പാർട്ടിലും a square ഉള്ളത് കൊണ്ട് നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്ത് കളയാം. a square കട്ട് ചെയ്തു. അപ്പൊ എന്ത് കിട്ടും? k1/2 is equal to k2 equal to k3/3. ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ഈ ഒരു ആൻസർ നമുക്ക് ഓപ്ഷൻസിൽ കാണാൻ പറ്റില്ല, അതൊരു ഓപ്ഷൻസിൽ എറർ സംഭവിച്ചതാണ്. പക്ഷെ ഈ റിയാക്ഷന്റെ ആൻസർ എന്ന് പറയുന്നത് k1/2 ഈക്വൽ ടു k2 ഈക്വൽ ടു k3/3 എന്നാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി കമ്പഷൻ ഓഫ് ഈഥെയ്ൻ is represented by the following reaction: 2C2H6 plus 7O2 giving 4CO2 plus 6H2O. ഇനി which of the following is true for the above reaction? അപ്പൊ ഇതിലൊരു ക്വസ്റ്റ്യൻ, ഓപ്ഷൻ എ എന്താണ്? The rate of consumption of ethane is 7 times faster than the rate of consumption of oxygen. നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. സോ ഈഥേനും ഓക്സിജനും ആണ് ഇവരിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഈഥെയ്ന്റെ ടേംസിൽ റേറ്റ് എന്ത് വരും? -1/2 എന്താ? C2H6 dC2H6 by dt ഈക്വൽ ടു ഓക്സിജന്റെ കേസിൽ എന്താണ്? 1/7 -1/7 DO2 by dt. ഓക്കെ, മൈനസിനെ നമ്മൾ ക്യാൻസൽ ചെയ്തു. രണ്ട് ഭാഗത്ത് മൈനസ് ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ നെഗ്ലക്ട് ചെയ്തു. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് ഈഥെയ്ൻ ഈസ് 7 times faster than റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് ഓക്സിജൻ എന്നാണ്.
അപ്പൊ ഇവിടെ dC2H6/dt കൊടുത്താൽ എന്ത് കിട്ടണം? ഈ 2 അപ്പുറത്തേക്ക് പോയില്ലേ? അപ്പൊ 2/7 എന്നല്ലേ വരുന്നത്, 7 ടൈംസ് അല്ലല്ലോ. അപ്പൊ ഈ ഓപ്ഷൻ തെറ്റാണ്, ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന എല്ലാ റിയാക്ടൻസിന്റെയും പ്രൊഡക്റ്റിന്റെയും ടേംസിലുള്ള റേറ്റ് എഴുതിയിട്ട് അതിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണ് വേണ്ടത്. ഇനി വാട്ടർ ഈസ് ഫോംഡ് അറ്റ് എ റേറ്റ് ഈക്വൽ ടു 2/3 ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് CO2. നമ്മളിവിടെ കമ്പയർ ചെയ്യേണ്ടത് വാട്ടറിനെയും CO2നെയാണ്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു വാട്ടർ എഴുതാണെങ്കിൽ 1/6 dH2O/dt ഈക്വൽ ടു എന്ത് വരും? 1/4 dCO2/dt. ഓക്കെ, എന്താണ് സ്റ്റേറ്റ്മെന്റ്? വാട്ടർ ഈസ് ഫോംഡ് അറ്റ് എ റേറ്റ് ഈക്വൽ ടു 2/3 ഓഫ് ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് CO2. അപ്പൊ എന്ത് ചെയ്യണം? ഈ 6നെ നമുക്ക് ഇങ്ങോട്ട് എടുക്കണം. റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ ഈ 6നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാം. അപ്പൊ എന്ത് വരും? 6/4 dCO2/dt. അപ്പൊ ഇതിനെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 3 ഇവിടെ 2 എന്ന് വരും. സോ 3/2 ടൈംസ് ആണ് വരുന്നത്. പക്ഷെ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താ? 2/3 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതും തെറ്റി, സെക്കൻഡ് ഓപ്ഷനും തെറ്റാണ്. ഇതും തെറ്റി, ഇതും തെറ്റി. ഓക്കെ, ഇനി നമുക്ക് സി നോക്കുകയാണെങ്കിൽ റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് ഓക്സിജൻ ഈക്വൽസ് റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ. അപ്പൊ ഓക്സിജനും വാട്ടറും, അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ 7 ആണ്, ഇവിടെ 6 ആണ്. അതൊരിക്കലും ഈക്വൽ ആവില്ല എന്നുള്ളത് അണ്ടർസ്റ്റുഡ് അല്ലേ? ഇപ്പൊ നമ്മൾ ഇത്രയും റേറ്റിലോ എഴുതിയ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് ഓക്സിജനും റേറ്റ് ഓഫ് വാട്ടർ ഫോർമേഷൻ ഓഫ് വാട്ടറും സെയിം വരില്ല. കാരണം ഇവിടെ കോഎഫിഷ്യന്റ് 7ഉം ഇവിടെ കോഎഫിഷ്യന്റ് 6ഉം ആണ്. സോ ഓപ്ഷൻ സിയും തെറ്റാണെന്ന് മനസ്സിലായി. ഇനി ഓപ്ഷൻ ഡി മാത്രമാണുള്ളത്. സോ അതെങ്ങനെയാ വരുന്നതെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. CO2 is formed twice as fast as ethane is consumed. അപ്പൊ നമുക്കിവിടെ ഈതേനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് കമ്പയർ ചെയ്യേണ്ടത്. സോ 1/2 dC2H6/dt ഈക്വൽ ടു 1/4 dCO2/dt. CO2 is formed as fast as ethane is consumed ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ dCO2/dt ഒരു സൈഡിൽ വെച്ചിട്ട് നമ്മൾ 4നെ ഇപ്പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പൊ എന്ത് വരും? 4/2 dC2H6/dt. 4/2 എന്താണ്? 2 ആണ്. അപ്പോൾ CO2 is formed twice as fast as ethane is consumed എന്നുള്ളത് നമ്മൾ റേറ്റ് ലോ വെച്ച് നമ്മൾ അത് കൺഫേം ചെയ്തു. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റിൽ നമ്മളുടെ റേറ്റ് ലോയും റേറ്റിന്റെ റിയാക്ഷന്റെ ഓർഡറും ഒക്കെ നമ്മൾ ബേസിക് ആയിട്ട് ഒരു ജനറലി നമ്മൾ പഠിച്ചു. ഇനി ഒരു 0 ഓർഡർ റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ വരുമ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നോക്കാം. ഞാനിവിടെ ഓൾറെഡി ഡെറിവേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ എഴുതി പോകുമ്പോഴാണ് അത് കുറച്ചുകൂടി കൺവീനിയന്റ് എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ 0 ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ കണ്ടുപിടിക്കാനാണ് പോകുന്നത്. സീറോ ഓർഡർ റിയാക്ഷൻ അങ്ങനെയാണെങ്കിൽ അതിന്റെ റേറ്റ് ലോ എങ്ങനെ വരും? ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എയുടെ പവർ എന്ത് വരും? 0 ഓർഡർ റിയാക്ഷൻ അല്ലേ? സോ എയുടെ പവർ എന്താ വരിക? 0. എനി നമ്പർ അതിന്റെ പവർ 0 ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? അത് 1 ആണെന്ന് പറയാം. ഓക്കെ, സോ റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു 1 അല്ലെങ്കിൽ റേറ്റ് ഇസ് ഈക്വൽ ടു കെ. ഓക്കെ, ഇനി റേറ്റ് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എ നമ്മൾ റേറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതും? നമ്മൾ പറഞ്ഞതുപോലെ മൈനസ് dA/dt. കാരണം നമ്മളുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് A ഗിവിംഗ് P ആണ്.
ഓക്കെ, ഇപ്പം മൈനസ് ഡി എ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു കെ എന്ന് കിട്ടി. ഇതാണ് ഡിഫറൻഷ്യൽ ഫോമിലുള്ള റേറ്റ് ലോ. നമുക്കിനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഓൺ ഇന്റഗ്രേറ്റിംഗ് ഞാൻ ഇവിടെ ഇന്റഗ്രേഷൻ ചെയ്തു, ഇവിടെ ഇന്റഗ്രേഷൻ ചെയ്തു. പക്ഷെ ഇന്റഗ്രേഷൻ ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയ റീഅറേഞ്ച്മെന്റ് ചെയ്യാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മൈനസ് ഡി എ ഈക്വൽ ടു കെ ഡി ടി. ഈ ഡി ടിനെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്തു. ഇനി ഈ നെഗറ്റീവിനെയും നമ്മൾ ഈ സൈഡിലേക്ക് എടുക്കുകയാണ്. അപ്പൊ ഡി എ ഇസ് ഈക്വൽ ടു മൈനസ് കെ ഡി ടി. ഇനി ഇതിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോണത്. ഇവിടെ ഇന്റഗ്രേഷൻ കൊടുത്തു, ഇവിടെ ഇന്റഗ്രേഷൻ കൊടുത്തു. ഇന്റഗ്രൽ ഓഫ് ഡിഫറൻഷ്യൽ ഡി എ, അപ്പൊ സോറി ഡിഫറൻഷ്യൽ ഓഫ് എ. അപ്പൊ ഇവിടെ ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും ഒന്നിച്ച് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യാനുണ്ടോ? ഡെറിവേറ്റീവ് ഓഫ് എനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? എ എന്ന് കിട്ടും. ആൻഡ് ഇവിടെ നമുക്ക് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാനുണ്ട്. എയുടെ വാല്യൂ ഏത് തൊട്ട് ഏത് വരെ പോകാം? A0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എ തൊട്ടിട്ട് ടി ടൈമിലുള്ള എ വരയ്ക്കും പോകാം. ഇനി ടൈമിന്റെ ലിമിറ്റ്സ് എന്ത് വരും? 0 ടൈം തൊട്ടിട്ട് ടി ടൈം വരെ ടൈമും വേരി ചെയ്യാം. അപ്പൊ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോ നമുക്ക് എ എന്നാ കിട്ടി. ഡെറിവേറ്റീവ് ഓഫ് എയുടെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എ ആണ്. അപ്പൊ അതിന് നമ്മൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ A0 മേലെ AT എന്ന് വരും ഈക്വൽ ടു മൈനസിനെ അങ്ങനെ തന്നെ വെച്ചു. കെ ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് കെനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇനി ഡെറിവേറ്റീവ് ഓഫ് ടിയുടെ ഇന്റഗ്രൽ, അപ്പൊ ഇന്റഗ്രൽ ഡി ടി എന്താ? ടി ആണ്. അപ്പൊ ടി എന്ന് കൊടുത്തു. ലിമിറ്റ്സ് 0 ടു ടി. ഇതുവരെ അണ്ടർസ്റ്റുഡ് അല്ലേ? ഇപ്പൊ നമുക്ക് ഇന്റഗ്രൽ കിട്ടി, നമുക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിനെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് കൊടുക്കും. അപ്പൊ എന്താ വരിക? AT മൈനസ് A0 ഈക്വൽ ടു മൈനസ് കെ ടി മൈനസ് 0. ഓക്കെ, AT മൈനസ് A0 ഈക്വൽ ടു മൈനസ് കെ ടി മൈനസ് 0. നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് കൊടുത്തതാണ്. ഓക്കെ, അപ്പൊ എന്ത് വന്നു? AT മൈനസ് A0 ഇസ് ഈക്വൽ ടു മൈനസ് കെ ടി എന്ന് കിട്ടി. ഇനി ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ AT ഈക്വൽ ടു A0 മൈനസ് കെ ടി എന്ന് വരും. ഇതാണ് സീറോ ഓർഡർ റിയാക്ഷന്റെ കേസിലുള്ള ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ. അപ്പൊ AT ഇസ് ഈക്വൽ ടു A0 മൈനസ് കെ ടി എന്നാണ് നമ്മളുടെ ഫൈനൽ ഇക്വേഷൻ വന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ബാക്കി ഇൻഫർമേഷൻസ് ഒക്കെ ഈ ഒരു പെർട്ടിക്കുലർ റേറ്റ് ലോ ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനു മുന്നേ ഇതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എയും ATയും ഇവിടെ നമ്മൾ ടൈമും വെച്ചിട്ടാണ് ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ ഇക്വേഷൻ എന്തായിരുന്നു? AT ഇസ് ഈക്വൽ ടു A0 മൈനസ് കെ ടി. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്കൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഇതിനെ ഏതെങ്കിലും ഒരു ഗ്രാഫിന്റെ ജനറൽ ഫോർമുലയായിട്ട് കമ്പയർ ചെയ്യണം. ഏതെങ്കിലും ഒരു ലൈനിന്റെ. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് y ഇസ് ഈക്വൽ ടു mx പ്ലസ് c. y ആക്സിസിൽ എന്താണ്? AT. x ആക്സിസിൽ എന്താണ്? t. അതാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ y ഇന്റർസെപ്റ്റ് എന്താ? A0. ഈ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് A0 ആണ്. ഈ ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താ? മൈനസ് കെ. നെഗറ്റീവ് സ്ലോപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് വരച്ചത്. ദിസ് ഗ്രാഫ് ഷോസ് നെഗറ്റീവ് സ്ലോപ്പ്. അപ്പൊ ഈ ഗ്രാഫിന്റെ y ആക്സിസ് എന്ന് പറയുന്നത് AT ആണ്, x ആക്സിസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്, സ്ലോപ്പ് മൈനസ് കെ ആണ്, y ഇന്റർസെപ്റ്റ് A0 ആണ്. അപ്പൊ നമ്മൾ പല പല ഗ്രാഫ്സ്, പല പല ATക്കും പല പല ടെമ്പറേച്ചറിന് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഏറ്റവും സ്റ്റീപ്പർ ആയിട്ടുള്ള ലൈൻ ഏതാണോ, ഏറ്റവും സ്റ്റീപ്പർ ആരാണോ അവരുടെ കെ ആയിരിക്കും വലുത്. ആ ഒരു പോയിന്റ് പറയാനാണ് ഞാനിപ്പോ ഇവിടെ ഗ്രാഫ് കാണിച്ചത്. വൈൽ വി ആർ പ്ലോട്ടിംഗ് AT വേഴ്സസ് T, നമ്മൾ പല പല ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇതിൽ ഏത് ഗ്രാഫിനാണ് കെ വാല്യൂ അധികം എന്ന് ചോദിച്ചാൽ ഏത് ഗ്രാഫാണോ സ്റ്റീപ്പർ
ഏത് ഗ്രാഫാണ് ഇങ്ങനെ AATയുടെ ഭാഗത്ത് സ്റ്റീപ്പർ ആയിട്ട് വരുന്നത് അതിന്റെ റേറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും അധികം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇതിനെ K1, K2, K3 എന്ന് മാർക്ക് ചെയ്താൽ ഇവിടെ K4. നമുക്ക് കെയുടെ ഓർഡർ എന്ത് വരും? K1 ഗ്രേറ്റർ ദാൻ K2 ഗ്രേറ്റർ ദാൻ K3 ഗ്രേറ്റർ ദാൻ K4 എന്ന് വരും. ഈ ഒരു പോയിന്റ് ആണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്. മോർ സ്റ്റീപ്പർ ആയിട്ടുള്ള പ്ലോട്ട് ഏതാണോ അതിനായിരിക്കും റേറ്റ് കോൺസ്റ്റന്റ് അധികം. ഓക്കെ, ഇനി ഹാഫ് ലൈഫ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ. നമുക്ക് സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് കണ്ടുപിടിക്കണം. അതായത് 50% റിയാക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ അതിന് എത്ര ടൈം എടുക്കും, അതാണ് ഹാഫ് ലൈഫ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മൾ മെയിൻ ഇക്വേഷൻ എഴുതാം. AT ഈക്വൽ ടു A0 മൈനസ് KT. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഹാഫ് ലൈഫ് അല്ലേ, അപ്പൊ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് T ഹാഫ് എന്നാണ്. ഞാൻ അതിനെ T ഹാഫ് എന്ന് എഴുതി വെച്ചു. ഇനി അറ്റ് T ഹാഫ് 50% ഓഫ് ദ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ A0 എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. A0 AT എന്ന് പറയുന്നത് T ടെമ്പറേച്ചറിലുള്ള കോൺസെൻട്രേഷൻ ഓഫ് A. നമ്മൾ കൺസിഡർ ചെയ്യുന്നു 50% ഓഫ് ദ റിയാക്ഷൻ കംപ്ലീറ്റ് ആയി. അപ്പൊ AT എന്താ? AT എന്തായിരിക്കും? AT എന്ന് പറയുന്നത് 50% കഴിഞ്ഞു. അപ്പൊ എന്തായി? A0/2 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? റിയാക്ഷൻ തുടങ്ങുമ്പോൾ A0 amount ഓഫ് റിയാക്ടൻസ് ഉണ്ടായിരുന്നു. 50% റിയാക്ഷൻ കംപ്ലീറ്റ് ആയെങ്കിൽ AT എന്തായിരിക്കും? A0/2 ആയിരിക്കും. A0ന്റെ ഹാഫ് ആയിരിക്കും ഉണ്ടാവാം. ഇനി നമുക്കത് ഈ റിയാക്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A0/2 ഇസ് ഈക്വൽ ടു A0 മൈനസ് KT ഹാഫ്. നമുക്ക് ഇതിന്ന് T ഹാഫ് കണ്ടുപിടിക്കണം. ഹാഫ് ലൈഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ ഈ A0നെ ഇപ്പുറത്തേക്ക് എടുത്തു. അല്ലെങ്കിൽ വേണ്ട, നേരെ തിരിച്ചെടുക്കാം. അതായിരിക്കും കുറച്ചും കൂടി ഈസി. ഈ A0നെ ഇപ്പുറത്തേക്ക് എടുത്തു, ഈ KT ഹാഫിനെ ഇപ്പുറത്തേക്ക് എടുത്തു. അപ്പൊ എന്ത് വരും? KT ഹാഫ് മൈനസ് KT ഹാഫ് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ പോസിറ്റീവ് KT ഹാഫ് ആകും. ആൻഡ് ഈ A0/2 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ A0 മൈനസ് A0/2. കറക്റ്റ് അല്ലേ? ഇനി KT ഹാഫ് ഇസ് ഈക്വൽ ടു A0 മൈനസ് A0/2 എന്താ വരിക? 1 മൈനസ് ഹാഫ് പോലെ എന്താ? ഹാഫ് ആണ്. അപ്പൊ A0/2 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? ഇനി T ഹാഫ് ഇസ് ഈക്വൽ ടു A0/2K. ഇതാണ് സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ്. അപ്പൊ ഇത് ഡെറിവേഷൻ കാണിച്ചു തന്നത് ഇൻ കേസ് ഇക്വേഷൻ മറന്നു പോയാലും തന്നെ ഡിറൈവ് ചെയ്തെടുക്കാനുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ അതർവൈസ് യു ക്യാൻ ജസ്റ്റ് മെമ്മറൈസ് ദി ഇക്വേഷൻ. അങ്ങനെ ചെയ്താലും മതി. പക്ഷെ കോൺസെപ്റ്റ് ഇങ്ങനെയാണ് ഇത് ഡിറൈവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാൽ കുറച്ചും കൂടി മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി ഈസി ആയിരിക്കും. ഓക്കെ ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് ടൈം ഫോർ കംപ്ലീഷൻ. സീറോ ഓർഡർ റിയാക്ഷൻ കംപ്ലീറ്റ് ആകാൻ എത്ര സമയം എടുക്കും നോക്കണം. അതായത് A0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് കംപ്ലീറ്റ് ആയിട്ടും പ്രൊഡക്റ്റ് ആയിട്ട് മാറി. അപ്പൊ ആ ഒരു കേസിൽ നമ്മൾ AT ഈസ് ഈക്വൽ ടു A0 മൈനസ് KT കംപ്ലീറ്റ്. ടൈം ഫോർ കംപ്ലീഷൻ ആയതുകൊണ്ട് T100 എന്ന് ഡിനോട്ട് ചെയ്തു. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അറ്റ് T100 റിയാക്ഷൻ മൊത്തം കംപ്ലീറ്റ് ആയെങ്കിൽ AT എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി A ഒന്നും ഉണ്ടാവില്ല, കാരണം A മൊത്തം പ്രൊഡക്റ്റ് ആയിട്ട് മാറി, കാരണം റിയാക്ഷൻ കംപ്ലീറ്റ് ആയല്ലോ. അപ്പോ AT ഈക്വൽ ടു 0 എന്നാണെങ്കിൽ 0 ഈക്വൽ ടു A0 മൈനസ് KT. അപ്പൊ അതിന്ന് എന്ത് കിട്ടും? A0 ഈക്വൽ ടു KT. KT100. അതിന്ന് എന്ത് കിട്ടും? T100 ഇസ് ഈക്വൽ ടു A0/K. ഇതാണ് ടൈം ഫോർ കംപ്ലീഷൻ.
ഓക്കെ, അപ്പൊ ഹാഫ് ലൈഫ് എന്തായിരുന്നു? A0/2k. ടൈം ഫോർ കംപ്ലീഷൻ എന്താണ്? A0/k. അപ്പൊ ഏതൊരു കണ്ടീഷനിലും നമുക്ക് ഇപ്പം A3/4 ആയി, അല്ലെങ്കിൽ A½ ആയി, അല്ലെങ്കിൽ A5/4 ആയി, അങ്ങനെ ഏതൊരു കണ്ടീഷൻ തന്നാലും നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് അതിന്റെ ടൈം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ അതാണ് ഈ ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുവരെ അണ്ടർസ്റ്റുഡ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ സീറോ ഓർഡർ റിയാക്ഷൻ കഴിഞ്ഞു. നമ്മൾ സീറോ ഓർഡർ റിയാക്ഷനിൽ എന്തൊക്കെയാ ചെയ്തത്? ആദ്യം തന്നെ അതിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ ചെയ്തു, അതിനുശേഷം അതിന്റെ ഹാഫ് ലൈഫ് കണ്ടുപിടിച്ചു, അതിനുശേഷം അതിന്റെ ടൈം ഫോർ കംപ്ലീഷൻ, കംപ്ലീറ്റ് റിയാക്ഷൻ നടക്കാനുള്ള ടൈം കണ്ടുപിടിച്ചു. അപ്പൊ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിലേക്ക് പോവാണ്. അപ്പൊ അതും നമുക്ക് നേരത്തെ ഡിറൈവ് ചെയ്തതുപോലെ ഡിറൈവ് ചെയ്യാം. ഓക്കെ, so R is equal to K into concentration of A to the power 1. ഇതാണല്ലോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ഈ ഗിവിംഗ് P. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ പവർ എയുടെ പവർ 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി റേറ്റ് എന്ത് വരും? -dA/dt. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. റേറ്റ് -dA/dt ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു K into A. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു ചെറിയ റീഅറേഞ്ച്മെന്റ് കൊടുക്കുകയാണ്. സോ -dA/A. A ടേംസിനെയൊക്കെ നമ്മൾ ഒരു സൈഡിലേക്ക് ഇട്ടു ഫോർ ദ കൺവീനിയൻസ് ഓഫ് ഇന്റഗ്രേഷൻ. ആൻഡ് ഇപ്പുറത്ത് K into dt എന്ന് കൊടുത്തു. ഇനി നമ്മൾ നെഗറ്റീവ് സൈനിനെ അപ്പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോ dA/A is equal to -k dt എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു പോർഷൻ 1/a dA എന്ന് പറയുന്നത് 1/x dx പോലെയാണ്. അതിന്റെ ഇന്റഗ്രൽ എന്താ? ln x എന്നാണ് വരിക. ഓക്കെ, 1/x dx എന്ന് പറയുന്നത് ln x ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? സോറി, ലിമിറ്റ് ഇട്ടില്ലായിരുന്നു. A0 to AT, ഇവിടെ 0 to t. അപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ln A ഫ്രം A0 to AT എന്ന് വരും. ഇവിടെ -k കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ പുറത്തെടുത്തു. dt നെ ഇന്റഗ്രേറ്റ് ചെയ്ത t ആണ്, ഫ്രം 0 to t. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യണം. അപ്പൊ ഞാൻ ഈ സ്ലൈഡ് ഫിൽ ആയതുകൊണ്ട് ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. അപ്പൊ ln AT അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്തു, -ln A0 ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്തു, -kt എന്ന് കിട്ടി. കറക്റ്റ് അല്ലേ? നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ് ചെയ്തത്. ഇനി ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ln AT is equal to ln A0 -kt എന്ന് കിട്ടും. ഇതാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കേസിലുള്ള റേറ്റ് ലോ. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കേസിലും നമ്മൾ ഹാഫ് ലൈഫും ടൈം ഫോർ കംപ്ലീഷനും സെക്കൻഡ് ഓർഡറിന്റെ കേസിൽ ഇതേപോലെയൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.